അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആ. മൻ ഖാല ഫി സൂഖി, ആരെങ്കിലും അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരെങ്കിലും മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഇത് പതിവാക്കണം. നമ്മൾ മാർക്കറ്റിൽ എത്ര നേരം പോകുന്നുണ്ട്? കച്ചവടം ചെയ്യാൻ പോകുന്നുണ്ട്, കസ്റ്റമറായിട്ട് പോകുന്നുണ്ട്, മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. മാർക്കറ്റിൽ പോകാത്ത ദിവസങ്ങളും നേരങ്ങളും ഇല്ല. സൂഖിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരെങ്കിലും പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫ ഹസനത്തിൻ, അവൻ അല്ലാഹു 10 ലക്ഷം നന്മ രേഖപ്പെടുത്തും. ചോദ്യം ചെയ്യാം, അത് 10 ലക്ഷം പറയാറുണ്ടോ? പറയില്ലാതെ ആൾക്കാരെ. ചെയ്യുന്നവനക്ക് വലിയ പുണ്യം കൊടുക്കണ്ടേ? അത് ശ്രദ്ധിക്കുന്നവനക്ക് പുണ്യം കൊടുക്കണ്ടേ? ആളുകളൊക്കെ അത് അശ്രദ്ധരാണ്. അപ്പൊ ചെയ്യുന്നവർക്ക് വലിയ പുണ്യം ഓഫറുണ്ട്. അവനിൽ നിന്ന് 10 ലക്ഷം തിന്മകൾ, ചെറുദോഷങ്ങൾ മായ്ക്കപ്പെടും. ഇനി മാത്രമൊക്കെ ചെറുദോഷം ഉണ്ടോ നമുക്ക്? നമ്മളതാലേക്ക് 10 ലക്ഷമൊക്കെ തിന്മൊക്കെ ഉണ്ടോ? 10 ലക്ഷമൊക്കെ തിന്മപ്പന്റെ അടുത്തുണ്ടോ? അല്ലാഹ് കോടികളാണ്, കോടികളായിരിക്കും. നമ്മളെ തിന്മ എത്ര ഓരോ സെക്കൻഡിലും വന്നുകൊണ്ടിരിക്കുന്നു. അവന് സ്വർഗത്തിൽ വീടുണ്ട്, സ്വർഗത്തിൽ ഭവനം പണിത് കൊടുക്കും. അതുകൊണ്ട് സൂക്കിലേക്ക് പ്രവേശിക്കുമ്പോ നമുക്ക് ദിക്റുണ്ട്. അത് സൂക്ക് എന്ന് പറയുമ്പോ അങ്ങാടിയിലേക്ക് പോകുമ്പോ, സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോ, മാളുകളിലേക്ക് കയറുമ്പോ ഒക്കെ പറയണം. കാരണം ശൈത്താന്റെ വിളയാട്ടമുള്ള കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പള്ളി, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് സൂക്ക്. സൂക്കിലേക്ക് നിങ്ങൾ അവസാനം പോയിട്ട് പെട്ടെന്ന് പുറത്തു വരണം, പള്ളിയിലേക്ക് നിങ്ങൾ ആദ്യം പോയിട്ട് അവസാനം പുറത്തു വരണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അതിന്റെ പുണ്യത്തിന്റെ വ്യത്യാസമാണ്. വെറുതെ മാർക്കറ്റിൽ പോയി പള്ളിയിലൊരു സുബ്ഹാനല്ലാഹ് എല്ലാം ഇരിക്കുമ്പോഴൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങണം എന്ന് ഇബ്ലീസ് തോന്നിപ്പിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഓടി, എന്തേ അവിടെ വലിയ കാര്യം എന്തോ ചെയ്യാണ്ട് ഇബ്ലീസ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയിട്ട് ഇനി എന്താ പണി? മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ വായിൽ നോക്കി നിൽക്കന്നെ. അപ്പൊ ശൈത്താൻ സന്തോഷമായി. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടോടത്തുനിന്ന് വേഗം പുറത്തേക്കാക്കി, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ വായിൽ നോക്കി നിൽക്കുക. ഇതിനൊക്കെ ഒരു അറുതി വരണം എന്നാ പറയുന്നത്. മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ ഈ ദിക്ർ ഓർക്കണം. ഈ ദിക്റാണ് ചൊല്ലിക്കഴിയുമ്പോ അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, അവനാണ് ആരാധ്യൻ, അവന്റെ കയ്യിലാണ് എല്ലാ നന്മയും, അവനാണെല്ലാം അറിയുന്നവൻ, അവനാണെല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാത്തിനും, അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നൊക്കെ പറയുമ്പോ അവൻ എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോ കണ്ണ് നിയന്ത്രിക്കും, കാല് നിയന്ത്രിക്കും, മോശപ്പെട്ടതൊക്കെ നിയന്ത്രണം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ഹറാമുകളും ഉണ്ടാവും.